പ്രിയക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, അത്യുന്നതനായ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും അനുദപിക്കുകയും ചെയ്തിട്ടും തങ്ങളോട് ദൈവം എന്തുകൊണ്ട് ഉത്തരമരുളുന്നില്ല എന്ന് തൻ്റെ ജനം തന്നോട് ചോദിക്കുന്നതായിട്ട് അത്യുന്നതനായ ദൈവം തൻ്റെ പ്രവാചകനായ യെശയ്യാവിനോട് പറയുന്നു. ഞങ്ങൾ ഉപവസിച്ചിട്ട് നീ കാണാതിരിക്കുന്നത് എന്ത്? ഉപവാസം എന്ന് പറയുമ്പോൾ ഭക്ഷണം വെടിയുന്ന പ്രതിക്രിയയാണ്. മനുഷ്യരെല്ലാം കാണുക ഭക്ഷണം വെടിഞ്ഞ് ഒരു ദിവസം മുഴുവൻ ഇരിക്കുന്നത് എന്തുകൊണ്ട് ദൈവം കാണുന്നില്ല എന്നാണ് അവർ ചോദിക്കുന്നത്. മാത്രമല്ല, ഞങ്ങൾ ആത്മതപനം ചെയ്യുന്നത് നീ അറിയാതിരിക്കുന്നത് എന്ത്? ഈ ആത്മതപനം എന്ന് പറയുമ്പോൾ ഇവർ ആത്മതപനത്തിൻ്റെ ലക്ഷണങ്ങളായിട്ട് പരുക്കൻ വസ്ത്രം ധരിച്ച് ദേഹമെല്ലാം ചാരം വാരിയിട്ട് 24 മണിക്കൂർ കിടക്കുകയാണ്. എന്നാൽ ഇത് ആത്മാവിനുണ്ടാകേണ്ട ഒരു മാറ്റമാണ്. ആത്മാവിലുള്ള മാറ്റം മനുഷ്യന് മനസ്സിലാക്കുവാൻ സാധ്യമല്ല. എൻ്റെയും നിങ്ങളുടെയും മനസ്സുകളിൽ ഉണ്ടാകുന്ന വികാര വിചാരങ്ങൾ അറിയുന്നത് അത്യുന്നതനായ ദൈവമാണ്. അവൻ ഹൃദയങ്ങളെയും ഹൃദയ ഇന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്ന ദൈവമാണ്. അപ്പോൾ ബാഹ്യമായിട്ടുള്ള ചില ചേഷ്ടകൾ കാണിച്ചു കഴിഞ്ഞാൽ അത് ആത്മതപനമാണെന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൻ്റെ വികാര വിചാരങ്ങൾ മനസ്സിലാക്കുന്ന ദൈവത്തിന് അതിലെ പരമാർത്ഥത മനസ്സിലാക്കുവാൻ കഴിയും. ഈ ചോദ്യത്തിന് ദൈവം അവർക്ക് മറുപടി നൽകുകയാണ്. യെശയ്യാ പ്രവചനം 58-ന്റെ 3-4 വാക്യങ്ങൾ അവർ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒന്നാമതായി, അവർ ഉപവസിക്കുമ്പോൾ തങ്ങൾക്ക് ഇഷ്ടമുള്ളതാണ് ചെയ്യുന്നത്. അവർ ഉപവസിക്കുന്നത് ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരമാണ്. എന്നാൽ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുമ്പോൾ തന്നെ അവർക്ക് സ്വന്തം ഇഷ്ടമായിട്ടുള്ള കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. അത് ഏത് രീതിയിലാണ്? തങ്ങളുടെ എല്ലാ വേലക്കാരെയും കൊണ്ട് അധ്വാനിപ്പിച്ച് അവർ ഉപവസിക്കുകയാണ്. We have seen how the people of God, the children of Israel, was asking God why he does not see their fasting, why he doesn't know their affliction of souls. And the Almighty Lord tells his prophet Isaiah, see, my children, my people are asking me this. And so he is bound to give them an answer. And in verses 3 and 4 more appropriately, God gives a reply. See, they do whatever they want, whatever they like in the day of fasting. It's not what God wants them to do. It is what they want to do, what they like to do. And they treat their servants very badly, making them work even on the fasting day. God had clearly told that in the Day of Atonement, they should do no work. It's a day of Sabbath, or rather it's a day of rest. So though they don't work, they make their servants work. It's a very bad situation. And you see, we find God telling them, behold, in the day of your fast, you find pleasure and exact all the labors. You do not remove the source of pleasure from your life. You find pleasure, you go about doing what you want, doing whatever you want. The only difference is that you don't take any food. Normal days you take your food and go into sin. Now, because you declared a fast, you don't take food and you do whatever you want. രണ്ടാമതായിട്ട്, നിങ്ങൾ വിവാദത്തിനും കലഹത്തിനും ക്രൂരമുഷ്ടി കൊണ്ട് അടിക്കേണ്ടതിനും ഉപവസിക്കുന്നു. അവർ ഉപവസിക്കുകയാണ്. ആരുടെ സന്നിധിയിലാണ് ഉപവസിക്കുന്നത്? സ്നേഹമാകുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ഉപവസിക്കുന്നത്. ദൈവം സ്നേഹമാകുന്നു.
അപ്പോൾ സ്നേഹമാകുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക്, മഹാപരിശുദ്ധനായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അവർ കടന്നു വരുമ്പോൾ അവർ വിവാഹത്തിനും കലഹത്തിനുമാണ് അവിടെ കടന്നു വരുന്നത്. ഉപവസിക്കുമ്പോൾ തന്നെ അവിടെ വിവാദവും കലഹവുമാണ്. ക്രൂരമുഷ്ടി കൊണ്ട് അടിക്കേണ്ടതിനാണ് അവർ ഉപവസിക്കുന്നത്. എല്ലാവരും ഒരുമിച്ച് കൂടി വരുവാൻ പറഞ്ഞു, ശബത്ത് ആചരിക്കുവാൻ പറഞ്ഞു, ഭക്ഷണം കഴിക്കരുതെന്ന് പറഞ്ഞു. തങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ പാപങ്ങൾ എവിടെയാണെന്ന് വെച്ചാൽ അതിനെ ഓർത്ത് പശ്ചാത്തപിക്കുവാൻ പറഞ്ഞു. അവർ കൂടി വന്നു, അവർ ഭക്ഷണം വെടിഞ്ഞു. എന്നാൽ കഴിഞ്ഞകാല ജീവിതത്തിൻ്റേതായിട്ടുള്ള പാപങ്ങളെ പറിച്ചു കളയാൻ അവർ കഴിയുന്നില്ല. കാരണം ആ ഉപവാസ സ്ഥലത്ത് അവർ ഇരിക്കുമ്പോൾ തന്നെ, അവർ ഉപവസിക്കുമ്പോൾ തന്നെ അവർ വിവാദത്തിനും കലഹത്തിനുമാണ് മുൻതൂക്കം കൊടുക്കുന്നത്. അവരുടെ ഹൃദയങ്ങളിൽ, അവരുടേതായിട്ടുള്ള ജീവിതങ്ങളിലുള്ള കലഹ സ്വഭാവങ്ങൾ, വൈരാഗ്യങ്ങൾ, ഭിന്നതകൾ ഒന്നും മാറ്റിവെക്കാതെയാണ്, ഒന്നും പൊറുക്കാതെയും മറക്കാതെയുമാണ് അവർ ദൈവസന്നിധിയിലിരിക്കുന്നത്. See, God tells them, you fast for strife and debate. Though they come, they say they are fasting. But there is strife among them. There are divisions among them. There is dissensions among them. And they debate. They don't come into the presence of the Lord with love. They cannot forgive. They cannot forget. They continue their same old life in the fasting prayer. There is no change in their lives in the fasting prayer. You know, fasting prayer means a change of life, change of your attitudes, a change of your behavior. Well, that is absent. They are using their fists to put their arguments forward. There is strife, there is dissensions, there is debates. Well, and they claim that they are fasting. And they say God is not knowing about their fasts. Well, this exactly is the situation even today. ഇന്ന് അനേകർ ഉപവസിക്കുന്നുണ്ട്. ഉപവസിക്കുന്നവരുടേതായിട്ടുള്ള അനുഭവം പഴയകാല അനുഭവത്തിൽ നിന്ന് വ്യത്യസ്തമല്ല. ഉപവസിക്കുന്ന ജനത്തിന് പഴയ വൈരാഗ്യവും പഴയ ഭിന്നതയും പഴയ രീതികളിലുള്ള കലഹവും വിവാദങ്ങളും വൈരാഗ്യവും നിലനിൽക്കുകയാണെങ്കിൽ ആ ഉപവാസമല്ല. ദൈവത്തിന് അങ്ങനെയുള്ളൊരു ഉപവാസ പ്രാർത്ഥനയിൽ പ്രവർത്തിക്കുവാൻ കഴിയുകയില്ല. കാരണം ദൈവം സ്നേഹമാണ്. സ്നേഹവാനായ ദൈവത്തിൻ്റെ അടുക്കൽ വരുമ്പോൾ ക്ഷമിക്കുവാനും സഹിക്കുവാനും വഹിക്കുവാനും പൊറുക്കുവാനും ഉള്ള മനസ്സ് ഉപവസിക്കുന്ന ജനത്തിനുണ്ടാകണം. അതില്ലാതെ എത്ര പട്ടിണി കിടന്നിരുന്നാലും, ഉപവാസത്തെക്കുറിച്ച് എത്രയധികം ഫ്ലെക്സ് അടിച്ച് പ്രചരിപ്പിച്ചിരുന്നാലും, എന്തെല്ലാം രീതിയിൽ പരസ്യങ്ങൾ നൽകിയാലും ആ ഉപവാസത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമില്ല. സ്നേഹമാകുന്ന ദൈവത്തിൻ്റെ സ്നേഹം പരസ്പരം പകരുവാൻ കഴിയാതെ വൈരാഗ്യത്തിനും വിദ്വേഷത്തിനും കലഹത്തിനും ദുശാഠ്യത്തിനും മുൻതൂക്കം കൊടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ ഒരിക്കലും ദൈവത്തിന് ആ ഉപവാസത്തിൽ പ്രസാദിക്കുവാൻ കഴിയുകയില്ല. മാത്രമല്ല, ദൈവം അവരോട് 5-ാം വാക്യത്തിൽ ചോദിക്കുന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. എന്തിന് ആണ് ദൈവം അവരോടിത് പറയുന്നത്? അതിൻ്റെ 5-ാം വാക്യത്തിൽ ഇപ്രകാരം നാം കാണുന്നു: എനിക്കിഷ്ടമുള്ള ഉപവാസവും മനുഷ്യർ ആത്മതപനം ചെയ്യുന്ന ദിവസവും ഇങ്ങനെയുള്ളതോ, പരുക്കൻ വസ്ത്രം ധരിച്ച് ചാരത്തിൽ കിടക്കുക, തലയെ വേഴത്തെ പോലെ കുനിക്കുക. ഇതാണോ നീ ഉപവാസമെന്നും യഹോവയ്ക്ക് പ്രസാദമുള്ള ദിവസമെന്നും പേര് പറയുന്നത്? അത് എനിക്കിഷ്ടമുള്ള ഉപവാസം എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ ഭക്ഷണം വെടിഞ്ഞ ശേഷം പരുക്കൻ വസ്ത്രം ധരിച്ച് ചാരത്തിൽ കിടക്കുക, എന്നിട്ട് തലയെ വേഴത്തെ പോലെ കുനിക്കുക, ഏറ്റവും ബഹുമാനത്തോടെ വേഴാമ്പലിനെ പോലെ തല കുനിച്ച് കിടക്കുക. ഇതാണോ എനിക്കിഷ്ടമുള്ള ഉപവാസം? എനിക്ക് പ്രസാദമുള്ള ഉപവാസം എന്ന് പറയുന്നത് ഇപ്രകാരം പട്ടിണി കിടന്നുകൊണ്ട് കാണിക്കുന്ന ഈ ബാഹ്യമായ ആചാരങ്ങളാണോ? തൻ്റെ ജനം അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് 6-ാം വാക്യം മുതൽ നമുക്ക് കാണുവാൻ കഴിയും. യെശയ്യാ പ്രവചനം 58-ാം അധ്യായം എന്ന് പറയുന്ന ഉപവാസത്തെക്കുറിച്ച് അത്യുന്നതനായ ദൈവം കൽപ്പിക്കുന്ന കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന അധ്യായമാണ്. തൻ്റെ ജനത്തോട് ഉപവാസത്തെക്കുറിച്ച് ദൈവം പറയുന്ന അനുഷ്ഠിക്കണമെന്ന് മാത്രമല്ല, എങ്ങനെ അനുഷ്ഠിക്കണം, തൻ്റെ സന്നിധിയിൽ ഒരു ഉപവാസം പ്രസാദകരമാകണമെങ്കിൽ എന്തെല്ലാം ചെയ്യണം എന്ന് വളരെ വ്യക്തമായിട്ട് ദൈവം വെളിപ്പെടുത്തുന്ന അധ്യായമാണ്
യെശയ്യാ പ്രവചനം 58 അധ്യായം അതിൻ്റെ 6 വാക്യത്തിൽ ദൈവം പറയുകയാണ്, ഒന്നാമതായിട്ട് അന്യായത്തിൻ്റെ ബന്ധനങ്ങൾ അഴിക്കുക. നിൻ്റെ ജീവിതത്തിൽ അന്യായം ഉണ്ടാകരുത്. നീ ഉപവസിക്കുവാനായിട്ട് കടന്നു വരുമ്പോൾ അന്യായം ജീവിതത്തിൽ ഉണ്ടാകരുത്. അന്യായം ജീവിതത്തിൽ ഉണ്ടാകരുതെന്ന് പറയുമ്പോൾ നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നീതിയും ന്യായവും ഉണ്ടാകണം. അന്യായം നാം ചെയ്യുന്നില്ല, പക്ഷേ അന്യായത്തിന് കൂട്ടു നിൽക്കരുത്. അന്യായത്തിന് കൂട്ടു നിൽക്കരുത്, അതിക്രമത്തിന് കൂട്ടു നിൽക്കരുത്. ന്യായത്തിനും നീതിക്ക് വേണ്ടിയും നിൽക്കുവാനുള്ള ഒരു മനസ്സ് നിനക്കുണ്ടാകണം. അതിനുള്ള ഉറപ്പും ധൈര്യവും ഉണ്ടാകണം. തെറ്റിനെ തെറ്റെന്ന് പറയുവാൻ യാതൊരു മടിയും കാണിക്കരുത്. ന്യായത്തിന് വേണ്ടി മാത്രമേ നീ നിൽക്കാവൂ. You have to be righteous in all your ways. That's what God says. So if there are such bindings of unrighteousness, you have to completely cut them off. അന്യായത്തിൻ്റെ ബന്ധനങ്ങൾ അഴിക്കുക. നിൻ്റെ ജീവിതയാത്രയിൽ നീ മറ്റുള്ളവർക്ക് അന്യായങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ, നീ അന്യായമായിട്ടാണ് മറ്റുള്ളവരെ കാണുന്നതെങ്കിൽ ആ ബന്ധനങ്ങൾ മുറിച്ച് കളയണം. കാരണം ദൈവത്തിൻ്റെ സന്നിധിയിൽ അന്യായത്തിന് സ്ഥാനമില്ല. അവൻ നീതിയുടെ ന്യായാധിപതിയാണ്. അവനിൽ നീതി മാത്രമേ ഉള്ളൂ. അപ്പോൾ നീതിമാനായ ദൈവം എൻ്റെയും നിങ്ങളുടെയും ഉപവാസത്തിൽ നീതി കാണിക്കണമെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് നീതി ഉണ്ടാകണം. മറ്റുള്ളവരുടെ മേൽ അന്യായമായി പെരുമാറുവാനും പ്രവർത്തിക്കുവാനും ആണ് നാം ഉപവാസത്തിലും ശ്രമിക്കുന്നതെങ്കിൽ ആ ഉപവാസത്തിന് ദൈവസന്നിധിയിൽ പ്രസക്തിയില്ല. രണ്ടാമതായിട്ട് നുകത്തിൻ്റെ അമിക്കയറുകൾ അഴിച്ചു കളയുക. എന്തോ നുകത്തിൻ്റെ അമിക്കയറുകൾ? മറ്റുള്ളവരുടെ മേൽ നാം നുകമായിട്ട് തീരുക, പീഡിപ്പിക്കുക, അവരെ നാം ഉപദ്രവിക്കുക. ഒരുപക്ഷെ ശാരീരികമായ ഉപദ്രവമല്ല. ഉദാഹരണമായി പറഞ്ഞാൽ, ഒരു ഓഫീസിൽ നമ്മോടൊപ്പം നമ്മുടെ കീഴിൽ പ്രവർത്തിക്കുന്ന അനേക പ്രവർത്തകരുണ്ട്. അവരെ കഠിനമായി പീഡിപ്പിക്കുക. കാരണം നമുക്ക് അതിനുള്ള അധികാരമുള്ളത് കൊണ്ട് നമ്മുടേതായിട്ടുള്ള അധികാരം അവരുടെ മേലൊരു നുകമാക്കി വെച്ചുകൊണ്ട് അവരെ പീഡിപ്പിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നീതിയുള്ള കാര്യമല്ല. നുകത്തിൻ്റെ അമിക്കയറുകൾ അഴിച്ചു കളയണം. മറ്റുള്ളവർക്കൊരിക്കലും ഒരു ഭാരമാകരുത്. മറ്റുള്ളവരെ ഒരിക്കലും ഏറ്റവും ക്രൂരമായിട്ട് പീഡിപ്പിക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിവുള്ള നമ്മുടെ കയ്യിലുള്ള നുകമെടുത്ത് ഉപയോഗിക്കരുത്. നാം ഒരു നുകമായിട്ട് മാറരുത്. നുകമെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കാളകളെ ഉഴുതുവാൻ തക്കവണ്ണം പാടത്ത് കൊണ്ടുപോകുമ്പോൾ അവയെ ഓടിപ്പോകാതിരിക്കുവാൻ തക്കവണ്ണം അതിൻ്റെ കഴുത്തിൽ വെക്കുന്ന ഉപകരണമാണ് നുകം. അപ്പോൾ കാളയ്ക്ക് കഴിവില്ലെങ്കിൽ പോലും എങ്ങും പോകുവാൻ കഴിയുകയില്ല. അവസാനം അത് ഉഴുതുഴുതി വരുമ്പോൾ അവിടെ തന്നെ വീണു പോകും. കാരണം അതിന് ഓടിപ്പോകാൻ സാധ്യമല്ല. ഒരു നുകം അതിൻ്റെ ചുമരിലുണ്ട്. അതുകൊണ്ട് എൻ്റെയും നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ നാം ആർക്കും ഒരു നുകമായി മാറരുത്. ആരെയും പീഡിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് കടന്നു വരരുത്. അത് ദൈവം നിഷ്കർഷിക്കുകയാണ്. മൂന്നാമതായിട്ട് പീഡിതരെ സ്വതന്ത്രരായി വിടുക. You should not be a yoke to somebody. That's what God said. Secondly, you can be a yoke to everybody, because if you have got authority, if you have got money, there are in so many ways you can become a yoke to somebody. But God says, no, never become yoke. Never force somebody into something. You should always have compassion. You must always have love. And when you have compassion and love, you cannot be a yoke. Because yoke can be coming only out of cruelty. And only when you are hard-hearted, you can be a yoke to somebody. So God says, no, never be a yoke to somebody. And thirdly, he says, liberate those who are trodden. പീഡിതരെ സ്വതന്ത്രരായി വിടുക. നാം ആരെയും പീഡിപ്പിക്കുവാൻ കൂട്ടു നിൽക്കരുത്. എൻ്റെ നിങ്ങളുടെ ആത്മീയയാത്രയിൽ പീഡിതരെ സ്വതന്ത്രരായിട്ട് വിടുവാൻ പറയുമ്പോൾ, ഇത് അടിമത്തം നിലനിന്നിരുന്ന കാലയളവിൽ ദൈവം നൽകിയ കൽപ്പനയാണ്. ഇന്ന് അടിമത്തമില്ല. അന്ന് അടിമകളെ വല്ലാതെ പീഡിപ്പിക്കുമായിരുന്നു. അപ്പോൾ ഈ പീഡനമെന്ന് പറയുന്നത് ശരീരം മനസ്സുകൾക്ക് ഉണ്ടാക്കുന്ന ക്ഷതമാണെന്ന് മനസ്സിലാക്കുക. ഇന്ന് അടിമത്തമില്ലെങ്കിലും നമ്മുടെ പെരുമാറ്റവും പ്രവൃത്തിയും കൊണ്ട് മറ്റുള്ളവരുടെ വിചാരങ്ങളെ മുറിപ്പെടുത്തരുത്. മറ്റുള്ളവർക്ക് നാം ഭാരമുണ്ടാക്കരുത് എന്ന് ഞാനീ പറയുമ്പോൾ, തെറ്റ് കണ്ടാൽ അതിനെ ചൂണ്ടിക്കാണിക്കുവാൻ നമുക്ക് കഴിയണം. തെറ്റിനെ തെറ്റായിട്ട് കണക്കാക്കണം. അച്ചടക്കം ആവശ്യമാണ്. ആത്മീയ ജീവിതത്തിൽ, ആത്മീയ ശുശ്രൂഷ അച്ചടക്കം അത്യന്താപേക്ഷിതമാണ്. പക്ഷേ പീഡനമല്ല. പീഡനമെന്ന് പറയുമ്പോൾ അവരുടെ ശരീര മനസ്സുകളെ അന്യായമായി വേദനിപ്പിക്കുന്നതാണ് പീഡനം. അപ്പോൾ അപ്രകാരമുള്ള പീഡനം ഉപേക്ഷിച്ചുകൊണ്ട് വേണം നാം ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാൻ. ഉപവസിക്കുമ്പോൾ തന്നെ
നമ്മുടെ ജീവിതത്തിൽ അപ്രകാരം പീഡനമാണ് തുടരുന്നതെങ്കിൽ നമ്മുടെ ഉപവാസം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അതെ, നാലാമതായിട്ട് ദൈവം പറയുന്ന കാര്യം, വിശപ്പുള്ളവന് നിൻ്റെ അപ്പം പങ്കുവെക്കണം. ദൈവം നമുക്ക് ഭക്ഷിപ്പാനായിട്ട് തന്നു. നാം ഇന്ന് ആ ഭക്ഷണം വെടിഞ്ഞാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉപവസിക്കുന്നത്. അതാണല്ലോ ഉപവാസം എന്ന് പറയുന്നത്. പക്ഷേ അത് മറ്റൊരു വലിയ തത്വം നമ്മളെ പഠിപ്പിക്കുവാനാണ് ദൈവം അപ്രകാരം നിഷ്കർഷിക്കുന്നത്. കാരണം ഭക്ഷണം കഴിക്കാതെ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന വിശപ്പിൻ്റെ അവസ്ഥയെക്കുറിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. സുരക്ഷിതമായി നമുക്ക് ഭക്ഷിക്കുവാൻ ദൈവം നൽകുമ്പോൾ വിശപ്പ് എന്താണെന്ന് പഠിക്കുവാനോ മനസ്സിലാക്കുവാനോ നമുക്ക് കഴിയാറില്ല. എന്നാൽ ഭക്ഷണം വെടിഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ നമുക്ക് വിശപ്പ് എന്താണെന്ന് മനസ്സിലാക്കുവാൻ കഴിയും. അങ്ങനെ ആ വിശപ്പ് എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ, അതേ, നമ്മെപ്പോലെ ഭക്ഷണം കഴിക്കുവാൻ കഴിവില്ലാത്തവർക്ക്, നമ്മെപ്പോലെ സുരക്ഷിതമായി ജീവിക്കുവാൻ കഴിവില്ലാത്തവർക്ക് ഭക്ഷണം നൽകുവാൻ തക്കവണ്ണം, അല്ലെങ്കിൽ വിശപ്പുള്ളവന് ഭക്ഷിക്കുവാൻ നൽകുവാൻ തക്കവണ്ണം നമുക്ക് ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഉപയുക്തമാക്കണം. പലപ്പോഴും ഉപവസിക്കുന്നുണ്ട്, പക്ഷേങ്കിൽ ഒരിക്കൽ പോലും നമുക്ക് ഭക്ഷണമില്ലാതെ വിശക്കുന്ന വയറുകളെക്കുറിച്ച് ചിന്തിക്കുവാൻ കഴിയാറില്ല. നാം ഒരു ദിവസം അവിടെ നിന്ന് ഉപവസിക്കും, അത് അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. പക്ഷേ ഭക്ഷണമില്ലാതെ നമ്മുടെ ചുറ്റുപാടും, നമ്മുടെ ഭവനത്തിന് ചുറ്റുപാടും നമ്മുടെ ദേശത്തുള്ള അനേകരുണ്ട്. അവരിൽ ആർക്കെങ്കിലും നാം ഈ വെടിയുന്ന ഭക്ഷണമെങ്കിലും അവർക്ക് കൊടുക്കുവാൻ തക്കമുള്ള സന്മനസ് പലപ്പോഴും കാണിക്കാറില്ല. അതാണ് ദൈവം പറയുന്നത്, വിശപ്പുള്ളവന് നിൻ്റെ അപ്പം പകുത്തു കൊടുക്കണം. എൻ്റെ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ വിശപ്പുള്ളവരെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുവാൻ കഴിയണം. കർത്താവ് പറയുന്നുണ്ട്, എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നില്ല. അപ്പോൾ കർത്താവ്, ഞങ്ങൾ നിന്നെ വിശക്കുന്നവനെ കണ്ടില്ലല്ലോ. ഇല്ല, നിങ്ങൾ ഈ ചെറിയവർ ചെയ്തതെല്ലാം എനിക്ക് ചെയ്തതാകുന്നു. എൻ്റെയും നിങ്ങളുടെയും ആത്മീയ ശുശ്രൂഷയിൽ, പ്രത്യേകിച്ച് ഉപവാസ പ്രാർത്ഥന ശുശ്രൂഷയായിരിക്കും ഈ ശുശ്രൂഷയിൽ ഞാൻ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, നാം ഉപവസിക്കുമെന്ന് പറയുമ്പോൾ തന്നെ നമ്മാൽ കഴിയുന്ന വിധം മറ്റുള്ളവർക്ക് ഭക്ഷിപ്പാൻ നിവൃത്തിയില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കുക. മാത്രമല്ല, അടുത്ത കാര്യം, പാർപ്പിടമില്ലാത്തവരെ വീട്ടിൽ ചേർത്ത് കൊള്ളണം. So you have to feed the poor, the hunger. We have to feed the people who don't have food to eat, those who are hungry. Many a time we forget these great principles which the Lord has said. Because only when we abstain from food, only then can we know what exactly is hunger. Because when God has given us everything to eat, to enjoy our food, we seldom remember what is the value of hunger, what is the pang of hunger. So God says, when you fast, you must remember the poor, the people who are starving, the people who have no food. And next he says, പാർപ്പിടമില്ലാത്തവനെ നിൻ്റെ വീട്ടിൽ ചേർത്തോളണം. You have to house the people who have no houses. In those times, you see, there were no hotels. അതൊന്ന് പണ്ട് കാലത്ത് എന്നാൽ ഈ സമയം ഉപസിക്കുന്ന സമയത്ത് ഹോട്ടലൊന്നുമില്ല. അന്യരും പരദേശങ്ങളായിട്ട് കടന്നു വരുന്നവരൊക്കെ വീട്ടിൽ ചേർത്ത് കൊള്ളുവാനുള്ള മനസ്സുണ്ടാണ്. എന്ന് പറയുമ്പോൾ പാർപ്പിടമില്ലാത്തവന് പാർപ്പിടം കൊടുക്കുവാൻ നാം ശ്രമിക്കണം. ഇന്ന് പലപ്പോഴും നമുക്കത് ചിന്തിക്കുവാൻ കഴിയുന്നില്ല. ദൈവം നമുക്ക് തരുന്ന ഭവനങ്ങൾക്ക് മോടി കൂട്ടിക്കൊണ്ട് ഒരു കുളിമുറി വേണ്ട സ്ഥാനത്ത് 3 കുളിമുറികൾ കെട്ടിപ്പൊക്കി, അല്ലെങ്കിൽ 3 വേണ്ടിടത്ത് 5 കെട്ടിപ്പൊക്കി നമ്മുടെ ഭവനത്തെ ഏറ്റവും മനോഹരമാക്കുവാനാണ് നാം ശ്രമിക്കുന്നത്. ഞാൻ പലപ്പോഴും എന്നോടൊപ്പം ഉപവസിക്കുവാൻ കടന്നു വരുന്ന സഹോദരനോട് പറയാറുള്ള ഒരു കാര്യമുണ്ട്. വലിയ വലിയ ഭവനങ്ങളുടെ പ്ലാനുകൾ എൻ്റെ അടുക്കൽ കൊണ്ടുവരുമ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതിൽ 4 കുളിമുറികളുണ്ട്, ഇതിൽ ഒരെണ്ണം മാറ്റി കുറച്ചിട്ട് ഒരു പാവപ്പെട്ടവർ ഒരു വീട് വെച്ച് കൊടുക്കുക. അത്ര മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും ഇന്നത്തെ ആധുനിക കുളിമുറികൾക്കൊക്കെ വലിയ തുകകളാണ് ചിലവഴിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ കുളിമുറി വേണ്ടെന്നല്ല, 4 കുളിമുറികൾ ഉള്ള നിങ്ങളുടെ ഈ ഭവനത്തിൻ്റെ പ്ലാനിൽ നിന്ന് ഒരു കുളിമുറി വെട്ടിക്കുറച്ച് അതൊരു സാധുവിനൊരു വീട് വെച്ച് കൊടുക്കുക. അപ്രകാരം വീട് വെച്ച് കൊടുത്തിരിക്കുന്ന അനേക സഹോദരങ്ങൾ എൻ്റെ ശുശ്രൂഷയിലുണ്ട്. എൻ്റെയും നിങ്ങളുടെ മുൻപിൽ ഉപവാസ പ്രാർത്ഥനയാണെന്ന് പറഞ്ഞ് പെരുമ്പറ അടിച്ചുകൊണ്ട് ജനത്തെ കൂട്ടുന്നതല്ല ഉപവാസം. നമ്മുടെ പ്രവർത്തനങ്ങളിലും പ്രവർത്തികളിലും ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രാവർത്തികമാകണം. അതാണ് ഉപവാസത്തിൻ്റെ അനുഗ്രഹത്തിന് നിദാനമായിരിക്കുന്നതെന്ന് ദൈവം വ്യക്തമായി കൽപ്പിക്കുകയാണ്. പാർപ്പിടമില്ലാത്തവന് പാർപ്പിടം വെച്ച് കൊടുക്കണം. യു ഹാവ് ടു ഗിവ് ഹൗസസ് ഫോർ പീപ്പിൾ ഹു ഡസൻറ്റ് ഹാവ്, ഹോംലെസ് പീപ്പിൾ. മാത്രമല്ല, നമ്മുടെ മുൻപിൽ കടന്നു വരുന്ന സാധുക്കൾക്ക്, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കണം. നഗ്നനെ കണ്ടാൽ ഉടുപ്പിക്കണം.
ഇന്ന് നഗ്നരെ അധികം കാണാറില്ല എന്നും പറയാറുണ്ട്. ശരിയാണ്. എന്തെങ്കിലും ഒരു തുണി ചുറ്റി നഗ്നം മറയ്ക്കുവാൻ പരിശ്രമിക്കുന്ന അനേകരുണ്ട്. നമുക്ക് ദൈവം ധാരാളമായിട്ടുള്ള വസ്ത്രങ്ങൾ നൽകുന്നുണ്ട്. ഒരു ദിവസം ഒരു പ്രാവശ്യം ഇടുന്ന വസ്ത്രം രണ്ടാമതിടാത്ത ഒരുപാട് സഹോദരങ്ങൾ എൻ്റെ ശുശ്രൂഷ ഞാൻ കാണാറുണ്ട്. കാരണം അവർ വരുമ്പോഴെല്ലാം എല്ലാ ദിവസവും ശുശ്രൂഷയ്ക്ക് വന്നിരുന്നാലും 365 ദിവസം വന്നിരുന്നാലും പല വസ്ത്രങ്ങളാണ് ധരിക്കുന്നത്. അനേക ജോഡി വസ്ത്രങ്ങളുണ്ട്. വസ്ത്രത്തിന് വേണ്ടി ഒരുപാട് പണം ചെലവഴിക്കുന്നവരുണ്ട്. വസ്ത്രധാരണം മോശമാകണമെന്നോ വില കൂടിയ വസ്ത്രങ്ങൾ ധരിക്കരുതെന്നോ ഞാൻ പറയുന്നില്ല. പക്ഷേ ദൈവം വസ്ത്രങ്ങൾ തരുമ്പോൾ, ദൈവം എനിക്ക് അവസരം, ഞാൻ ഈ നല്ല വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ, വസ്ത്രമില്ലാതെ തണുപ്പത്ത് ഒന്ന് ചുറ്റിക്കിടക്കുവാൻ തക്കവണ്ണം മാർഗമില്ലാതെ, ഉടുക്കുവാൻ തുണിയില്ലാതെ, തണുപ്പത്ത് ധരിക്കുവാൻ പുതപ്പില്ലാതെ കിടക്കുന്ന ഒരുപാട് പേർ നമ്മുടെ നാട്ടിലുണ്ട്, നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. അവരെ ഓർക്കുവാൻ ഉപവസിക്കുന്നവർ കഴിയണം. നഗ്നരെ കണ്ടാൽ അവനെ ഉടുപ്പിക്കണം. നാട്ടിലുള്ള എല്ലാവർക്കും തുണി നൽകുവാൻ നമുക്ക് കഴിഞ്ഞില്ലായിരിക്കാം. എന്നാൽ സാധുക്കളായ ദരിദ്രരായ ഒരു തുണി മാറി മറുതുണി ഉടുക്കുവാൻ കഴിവില്ലാത്ത അനേകരുണ്ട്. നമ്മൾ തന്നെ അനേകർക്ക് നമ്മുടെ ചെറുപ്പകാലത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എത്ര ജോഡി വസ്ത്രങ്ങളുണ്ട്? ഇന്ന് നമുക്ക് എത്ര ജോഡി വസ്ത്രങ്ങളുണ്ട്? നമ്മുടെ വസ്ത്രങ്ങൾ പഴകിയാൽ പോലും അത് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള മനസ്സില്ലാത്ത ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇപ്രകാരം സാധുക്കൾ കൊടുക്കാനായിട്ട് വസ്ത്രം കൊണ്ടുവരാനായിട്ട് പറയുമായിരുന്നു. ഞാൻ വിദേശത്തായിരുന്നപ്പോൾ ടൺ കണക്കിന് വസ്ത്രങ്ങൾ വന്നു. ഞങ്ങളതെല്ലാം വിഭജിച്ച് നോക്കുള്ളൂ. ഒരെണ്ണം പോലും അയച്ചു കൊടുക്കാൻ സാധ്യമല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഏറ്റവും പഴന്തുണിയായത്, ഏറ്റവും മോശമായത്, അവിടെ തന്നെ അത് ഗാർബേജിൽ കളയുവാൻ കഴിയാത്ത വസ്ത്രങ്ങളാണ് കൊണ്ടുവന്ന് അത് അനേകർ കൊടുക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ ആ പരിപാടി ഉപേക്ഷിച്ചു. കൊടുക്കുകയാണെങ്കിൽ പുതിയ വസ്ത്രങ്ങൾ, നല്ല വസ്ത്രങ്ങൾ കൊടുക്കണം. കാരണം ഉടുത്തു മുഷിഞ്ഞ് സാരമില്ല, ചെറിയ രീതിയിൽ ഉപയോഗിച്ചതാണെങ്കിൽ കുഴപ്പമില്ല. അതൊന്നും കൊടുക്കുകയില്ല. പിന്നെയോ ദ്രവിച്ചത്, അട്ടത്, നിറം പോയത്, മങ്ങിയത്, ഇങ്ങനെയുള്ള വസ്ത്രങ്ങൾ കൊണ്ടത് എങ്ങും കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് അതുകൊണ്ട് തരിക. അതുകൊണ്ട് ഞാൻ ആ പരിപാടി ഉപേക്ഷിച്ചു. എന്നും വസ്ത്രം കൊടുക്കാറുണ്ട്, പക്ഷേ പുതിയ വസ്ത്രങ്ങൾ അധികമൊന്നും കൊടുക്കില്ല. നമ്മുടെ കഴിവനുസരിച്ച് കൊടുക്കുക. നിങ്ങൾ 10 പേരാണ് ഉപവസിക്കുന്നതെങ്കിൽ അതിൻ്റെ അനുസരിച്ച് 10 പേർക്ക് കൊടുക്കുക. ഓരോ ജോഡി കൊടുക്കുക, ഒരു ജോഡി കൊടുക്കുക. ദൈവത്തിൻ്റെ സന്നിധി ഇതൊക്കെ വലിയ കാര്യങ്ങളാണ്. കാരണം അവൻ നമ്മുടെ ഉപവാസം നോക്കുകയാണ്. നാം പറഞ്ഞു, ദൈവമേ, ഇസ്രായേൽ മക്കൾ ചോദിക്കുകയാണ്, ദൈവമേ നീ കാണുന്നില്ലയോ? കാണുന്നുണ്ട്. കാണുന്നുള്ളതുകൊണ്ടാണ് ദൈവം ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല, നിൻ്റെ ജഡരക്തങ്ങൾക്കായിരിക്കുന്നവർക്ക് നിങ്ങളെ തന്നെ മറയ്ക്കാതിരിക്കുക. ആവശ്യമായിരിക്കുന്നവർക്ക്, നമ്മുടെ ജഡരക്തങ്ങളായിരിക്കുന്ന ബന്ധുമിത്രാദികൾക്ക് നമ്മളെ തന്നെ മറയ്ക്കാതിരിക്കുക. I was talking that we should be able to clothe the poor, those who are naked. Today you may say, no, we don't find any naked people. But when you don't have enough clothing, maybe only if you have a pair of clothing, it is as good as being naked. You can't change many, but there are people who change every day. There are people who change many times a day. Very often they forget this great blessing God has given them. They cannot spare a pair of their dresses to somebody poor. Will you have to remember? I speak about this in my meetings, but many people are offended by that because they want to dress every day very neatly. For their children, if you just look at their cupboards, they will have hundreds of dresses for their children. Every day, every time they need a new dress. But what about the poor children on the streets? They don't have a dress. They don't have means to dress up. Well, when you say you are a person who is fasting and praying, and when you say you are a person guided by the Holy Spirit, it's absolutely necessary that you should have these traits of kindness in your life. You should be compassionate. ഇപ്രകാരമുള്ള ആർദ്രത നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം. നീ സാധുവിനെ കണ്ടാൽ അവനോട് സഹതാപമുള്ളവനായി തീരണം. നീ ഭക്ഷണം വെടിഞ്ഞുകൊണ്ട് ഉപവസിക്കുമെന്ന് പറയുമ്പോൾ ഭക്ഷണമില്ലാത്ത സാധുവിനെക്കുറിച്ച് ഓർക്കുവാൻ നിനക്കൊരു കടപ്പാടുണ്ട്. മാത്രമല്ല, ഭവനമില്ലാത്തവനെക്കുറിച്ച് ചിന്തിപ്പാനൊരു കടപ്പാടുണ്ട്. നീ അനേക വസ്ത്രങ്ങൾ കൂട്ടി വെച്ചുകൊണ്ട് ദിവസവും ഓരോന്നിട്ടിട്ടും പിന്നെയും തീരാത്ത രീതിയിൽ വസ്ത്രങ്ങളുള്ളപ്പോൾ, വസ്ത്രമില്ലാതെ ഇരിക്കുന്ന 100 കണക്കിന് ആളുകൾ ഈ നാട്ടിലുണ്ട്. നിൻ്റെ കഴിവനുസരിച്ച് അവർക്ക് വസ്ത്രം നൽകുവാൻ കഴിയണം. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം ആർദ്രതയാണ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമ്മുടെ സമസൃഷ്ടികളോട് ആർദ്രതയില്ലാതെയാണ് നാം ഉപവസിക്കുന്നതെങ്കിൽ അത്യുന്നതനായ ദൈവത്തിൻ്റെ ആർദ്രത നമുക്ക് പിടിച്ചു പറ്റുവാൻ കഴിയുകയില്ലെന്ന് വളരെ വ്യക്തമായിട്ട് ദൈവം ഉപവാസ പ്രാർത്ഥനയ്ക്കുള്ള നിബന്ധനകൾ നൽകുമ്പോൾ വ്യക്തമാക്കുന്നു. ആ നിബന്ധനകൾ പാലിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.
സ്നേഹിയായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥപിതാവും ദൈവമേ, ഞങ്ങൾ ഉപവസിക്കുമ്പോൾ എങ്ങനെയാണ് ഉപവസിക്കേണ്ടതെന്ന് ഇത് ഞങ്ങൾക്ക് വെളിപ്പെടുത്തുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം. പലപ്പോഴും അങ്ങയുടെ ആർദ്രതയ്ക്ക് വേണ്ടി ഞങ്ങൾ നിലവിളിക്കുമ്പോൾ, യാചിക്കുമ്പോൾ ഞങ്ങളുടെ സമസൃഷ്ടികളോട് ആർദ്രതയോടെ പ്രവർത്തിക്കുവാൻ അടിയങ്ങൾക്ക് പലപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്ന കുറവ് ഞങ്ങൾ സമ്മതിക്കുന്നു. അവിടുത്തെ സ്നേഹവും അവിടുത്തെ സഹനവും അവിടുത്തെ തീഷ്ണതയും എൻ്റെ പിതാവെ സർവോപരി അവിടുത്തെ ആർദ്രതയും കർത്താവ് ഞങ്ങളിൽ പ്രതിഫലിക്കുവാൻ, അങ്ങനെ ഉപവാസ പ്രാർത്ഥന ധന്യമായ അനുഗ്രഹത്തിൻ്റെ പാന്താവിലേക്ക് ഞങ്ങൾക്ക് നടന്നു കയറുവാൻ എന്നൊക്കെ വേണം ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരെയും സഹായിക്കണമെന്ന് യേശുവിനെ നാം അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കുമാറാകണമേ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.